ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദരിയൈ നമ. ഓം നമഃചണ്ഡികായൈ. ഹരി ഓം. ശ്രീമദ്ദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 10-ാം അധ്യായത്തിലെ ശുംഭവധം എന്ന ഭാഗമാണ്. 10 ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 11 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പഠിക്കേണ്ടത്. ആദ്യം ഓരോ ശ്ലോകം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു പഠിച്ചു പോകാം. ആദ്യത്തെ ശ്ലോകം 11. ഛിന്നേധനുഷിദൈത്യേന്ദ്ര തഥാ ശക്തിമഥാദദേ ചിച്ഛേദദേവീ ചക്രേണ താമപ്യസ്യ കരേ സ്ഥിതാം. ഛിന്നേ ധനുഷി ദൈത്യേന്ദ്രഃ ദൈത്യേന്ദ്രഃ തഥാ ശക്തിം അഥാദദേ ചിച്ഛേദ ദേവി ചക്രേണ താം അഭി അസ്യ താമപ്യസ്യ കരേ സ്ഥിതാം. ഇതാണ് വാക്കുകൾ. ഇനി ഛിന്നേ ധനുഷി ദൈത്യേന്ദ്രഃ തഥാ ശക്തിമഥാദദേ ചിച്ഛേദ ദേവി ചക്രേണ താമപ്യസ്യ കരേ സ്ഥിതാം. ചിന്ന എന്ന് പറഞ്ഞാൽ പൊട്ടി. ധനുഷ് വില്ല്. ദൈത്യേന്ദ്രൻ ദൈത്യന്മാരിൽ ഇന്ദ്രനായവൻ. തഥാ അനന്തരം. ശക്തി ആദദേ ശക്തിയെ ആദദേ എന്ന് പറഞ്ഞാൽ പിടിച്ചു, ശക്തി എടുത്തു. വേല് ശക്തി എന്ന് പറഞ്ഞാൽ വേലിനെ കയ്യിലെടുത്തു. ചിച്ഛേദ ദേവി ചക്രേണ ദേവി തൻ്റെ ചക്രത്താൽ താം അഭി അസ്യ അപ്പോൾ തന്നെ ആ ദേവി കരേ സ്ഥിത അസ്യ കരേ സ്ഥിത അവൻ്റെ കയ്യിൽ വെച്ചു തന്നെ ദേവി അതിനെ പൊട്ടിച്ചു കളഞ്ഞു ചക്രം കൊണ്ട്. ഛിന്നേ ധനുഷി ദൈത്യേന്ദ്രഃ തഥാ ശക്തിമഥാദദേ ചിച്ഛേദ ദേവി ചക്രേണ. ചിച്ഛേദ പൊട്ടിച്ചു, ചക്രേണ ചക്രത്താൽ. താം അഭിയസ്യ താം അപ്യസ്യ കരേ സ്ഥിതാം കയ്യിൽ വെച്ച് തന്നെ ദേവി അതിനെ തൻ്റെ കയ്യിലുള്ള ചക്രം കൊണ്ട് പൊട്ടിച്ചു കളഞ്ഞു. അടുത്ത ശ്ലോകം. തതഃ അനന്തരം ഖഡ്ഗം ഉപാദായ. ഖഡ്ഗം വാളാണ്, ശക്തി വേലാണ്, ഖഡ്ഗം വാള്. അത് കഴിഞ്ഞ് അവൻ ആ കയ്യിൽ വെച്ച് തന്നെ ആ വേലിനെ പൊട്ടിച്ചപ്പോൾ അവൻ വേഗം വാളും പരിചയെടുത്തു. ഖഡ്ഗം ഉപാദായ വാളെടുത്തു. ശതചന്ദ്രം ച ഭാനുമത് 100 ചന്ദ്രനെ പോലെ ശോഭിക്കുന്നെന്നും ചന്ദ്രക്കല പോലെ ശോഭിക്കുന്നെന്നും അർത്ഥം. ഭാനുമതം എന്ന് പറഞ്ഞാൽ ഭാസ്കരൻ എന്നൊക്കെ പറഞ്ഞാൽ സൂര്യൻ. അപ്പോൾ സൂര്യനെ പോലെ ജ്വലിക്കുന്ന എന്നും അത്ര തേജസ്സോടു കൂടിയ ആ വാളിനെയും പരിചയമാണ് പുകഴ്ത്തിയത്. അഭ്യതാവത താം ദേവി. ആ ദേവിയെ ആ ദേവിയോട് യുദ്ധത്തിനായിക്കൊണ്ട് ദൈത്യാനാം അധിപേശ്വരഃ ദൈത്യന്മാരുടെ അധിപനും ഈശ്വരനുമായ ആ അസുരൻ നല്ല തിളങ്ങുന്ന വാളും എടുത്തുകൊണ്ട് അഭ്യതാത പാഞ്ഞു വന്നു. ആ ദേവിയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു യുദ്ധത്തിനായിക്കൊണ്ട്. തഥ ഖഡ്ഗമുപാദായ ശതചന്ദ്രം ച ഭാനുമത് അഭ്യതാവത താം ദേവീം ദൈത്യാനാമധിപേശ്വരഃ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ അനന്തരം നമ്മുടെ ചിഹ്നെ തഥാ എന്ന് പറഞ്ഞില്ലേ, അനന്തരം
അപ്പോൾ അതിനു മുമ്പ് ആദ്യം വില്ല് മുറിച്ച് കളഞ്ഞു. ആ വില്ല് പൊട്ടിപ്പോയപ്പോൾ അവൻ വേലെടുത്തു കയ്യിൽ. ആ വേലിനെയും ദേവി തൻ്റെ ചക്രം കൊണ്ട് പൊട്ടിച്ചു. അപ്പോൾ അവൻ എന്തെടുത്തു? വാളും പരിചയും എടുത്തു. എന്നിട്ട് ദേവിയുടെ നേരെ വീണ്ടും യുദ്ധത്തിനായി ചാടിപ്പുറപ്പെട്ടു. അടുത്ത ശ്ലോകം. തസ്യാപതയേവാശു ഖഡ്ഗം ചിച്ഛേദ ചണ്ഡിക ധനുർമുക്തൈ ശിതൈർബാണൈ ചർമ്മചാർക്കകരാമലം. തസ്യ ആപതത ഏവ ആശു. ദേവി തൻ്റെ മൂർച്ചയേറിയ ശരങ്ങൾ പ്രയോഗിച്ച് ശുംഭൻ്റെ കയ്യിലിരുന്ന വാളും പരിചയും മുറിച്ചു. ഖഡ്ഗം ചിച്ഛേദ ചണ്ഡിക. അവൻ ആ വാളിനെ ദേവി ധനുർമുക്തൈഹി, ധനു എന്ന് പറഞ്ഞാൽ വില്ല്, ആ വില്ലിൽ നിന്ന് ശിതൈർ ബാണൈഹി, മൂർച്ചയേറിയ ബാണങ്ങൾ എയ്തുകൊണ്ട് ആ ചർമ്മ എന്ന് പറഞ്ഞാൽ പരിച, വാളും പരിചയും ദേവി ചാർക്കകരാമലം, ആ ദേവിയുടെ കൈത്തലം കൊണ്ട് തന്നെ അല്ലേ, ചാർക്ക കരാമലം. ദേവി തൻ്റെ മൂർച്ചയേറിയ ശരങ്ങൾ കൊണ്ട് ശുംഭൻ്റെ കയ്യിലിരുന്ന വാളും പരിചയും മുറിച്ചു കളഞ്ഞു. ശിതൈർ ബാണൈഹി, മൂർച്ചയേറിയ ബാണങ്ങളാൽ. ഇനി ചാർക്ക കരാമലം എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ എന്ന് പറയില്ലേ, ഇവിടെ അർക്കൻ സൂര്യനാണ്. അപ്പോൾ സൂര്യനെ പോലെ ശോഭിക്കുന്ന ആ വില്ലും ആ വാളും ആ പരിചയും ദേവി തൻ്റെ മൂർച്ചയേറിയ ശരങ്ങൾ കൊണ്ട്, ബാണങ്ങൾ കൊണ്ട് ധനുർമുക്തി, ധനുസിൽ നിന്ന് മോചിപ്പിച്ചു ആ മൂർച്ചയേറിയ ബാണങ്ങളെ. എന്നിട്ട് ആ വാളും പരിചയും പൊട്ടിച്ചു കളഞ്ഞു. തസ്യാപതയേവാശു ഖഡ്ഗം ചിച്ഛേദ ചണ്ഡിക ധനുർമുക്തൈ ശിതൈർബാണൈ ചാർക്കകരാമലം. ഇനി അടുത്ത ശ്ലോകം. ഹത അശ്വസാ തഥാ ദൈത്യഃ ഛിന്നധന്വാ വിസാരഥി ജഗ്രാഹമുൽഗരം ഘോരം അംബികാനിധനോദ്യതഃ. ഹത അശ്വം എന്ന് പറഞ്ഞാൽ കുതിര. സാ തഥാ ദൈത്യഃ, തഥാ അപ്പോൾ ആ ദൈത്യൻ. പിന്നെ ഛിന്നധന്വ, പൊട്ടിയ ധനുസ്. വിസാരഥി, സാരഥി എന്ന് പറഞ്ഞാൽ തേര് ഓടിക്കുന്ന, തേര് തെളിക്കുന്നവൻ. വിസാരഥി എന്ന് പറഞ്ഞാലോ സാരഥി ഇല്ലാത്ത തേരടക്കം, തേരിനെ ഛിന്നധന്വ, ധനുസ് കൊണ്ട് പൊട്ടിച്ചു. ജഗ്രാഹ മുൽഗരം ഘോരം, ആ പൊട്ടിപ്പോയപ്പോൾ അവൻ മുൽഗരം എടുത്തുകൊണ്ട് ദേവിയുടെ നേരെ ഓടി വന്നു. മുൽഗരം എന്ന ഒരു ആയുധമാണ്, ഉലക്ക പോലെ ഉള്ളത്. അതും എടുത്തുകൊണ്ട് ദേവിയുടെ ഘോരമായ മുൽഗരം എന്ന ആയുധം ജഗ്രാഹ ഗ്രഹിച്ചുകൊണ്ട്, പിടിച്ചുകൊണ്ട് അവൻ ദേവിയുടെ അടുത്തേക്ക് വീണ്ടും യുദ്ധത്തിനായി പുറപ്പെട്ടു വന്നു. അംബിക നിധനോദ്യത. ഹത അശ്വസ തഥാ ദൈത്യ ഛിന്നധന്വാ വിസാരഥി ജഗ്രാഹമുൽഗരം ഘോരം. ഘോരമായ മുൽഗരത്തെ ധരിച്ചുകൊണ്ട് അംബികാ നിധനോദ്യത. അവിടെ കുതിരകളും നശിച്ച് സാരഥിയുമില്ലാതെ, കയ്യിൽ വില്ലും അസ്ത്രങ്ങളും ഒന്നുമില്ലാതെ ശുംഭാസുരൻ ദേവിയെ കൊല്ലുവാൻ നിശ്ചയിച്ചുറച്ചുകൊണ്ട് മുൽഗരം എന്ന ആയുധവും എന്തി ദേവിയുടെ നേരെ പുറപ്പെട്ടു. അടുത്ത ശ്ലോകം. ചിച്ഛേദാപതസ്തസ്യ മുൽഗരം നിശിതൈശരൈഃ തഥാപി സോഭ്യതാവത്താം മുഷ്ടിമുദ്യമ്യ വേഗവാൻ. ചിച്ഛേദ ആപതത് തസ്യ, അവൻ തൻ്റെ നേരെ പാഞ്ഞു വരുന്ന, അല്ലേ, തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്ന ശുംഭൻ്റെ ആ മുൽഗരം, മൂർച്ചയേറിയ
ആ ആ മുൽഗരത്തെ, ഉലക്കയെ നിശിതൈശരൈകി മൂർച്ചയേറിയ ശരങ്ങൾ കൊണ്ട് തഥാപി ആ ശരങ്ങൾ കൊണ്ട് പൊട്ടിച്ചു. ചിച്ഛേദ എന്നുണ്ട്. പൊട്ടിച്ച് പതിപ്പിച്ചു, നിപതിച്ചു എന്നാണ്. നിപതത പതതസ്തസ്യ, അവൻ്റെ അത് പൊട്ടിച്ചു കളഞ്ഞു. ഇനി വീണ്ടും അവൻ മുഷ്ടിമുദ്യമ്യ വേഗവാൻ സ അഭ്യതാവത്ത, ദേവിയുടെ അടുത്തേക്ക് കയ്യും ചുരുട്ടിക്കൊണ്ട് ഓടി വന്നു. കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട്, അതായത് അവൻ നിശ്ചയിച്ചു ദേവിയെ കൊല്ലണമെന്ന്. അപ്പം എങ്ങനെയെങ്കിലും കൊന്നേ പറ്റൂ. അതുകൊണ്ട് അവൻ്റെ കയ്യിലിരുന്ന മുൽഗരമൊക്കെ ദേവി പൊട്ടിച്ച് കളഞ്ഞപ്പം അവൻ കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് ദേവിയെ ഇടിക്കാനായിട്ട് ഓടി വന്നു. ചിച്ഛേദാപതതസ്തസ്യ മുൽഗരം നിശിതൈശരൈഹി തഥാപി സോഭ്യതാവത്താം മുഷ്ടിമുദ്യമ്യ വേഗവാൻ സാ മുഷ്ടിം പാതയാമാസ. ആ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് വരുന്ന ദൈത്യപുങ്കവനെ, അതായത് ആ ദൈത്യപുങ്കവൻ മുഷ്ടിയും പാതയാമാസ ഹൃദയെ, അവൻ ആ കൈ ചുരുട്ടി ദേവിയെ ഇടിക്കാനായി ഹൃദയത്തിൽ, വക്ഷസിൽ ഇടിക്കാനായി വന്നു. ദേവിയാകട്ടെ അവനെ, സാ ദേവി തലേനോരസ്യ അതാടയത്, തലേന ഉരസ്യ, തലം എന്ന് പറഞ്ഞാൽ ഇവിടെ കരതലം, കൈത്തലം കൊണ്ട് അവൻ്റെ മാറിലൊന്ന് ഇടിച്ചു. അപ്പോൾ ദേവി എന്ത് ചെയ്തു? കയ്യും ചുരുട്ടി പിടിച്ച് ദേവിയുടെ നേരെ, ദേവിയുടെ ഹൃദയത്തിൽ അല്ലെ വക്ഷത്തിൽ ഇടിക്കാൻ വന്ന അവനെ ദേവി കൈ ചുരുട്ടി ഒരിടി കൊടുത്തു. അപ്പോൾ ദേവി ഒന്ന് ഇടിക്കുമ്പോൾ പിന്നെ എന്തുണ്ടാവുമെന്ന് അടുത്ത ശ്ലോകത്തിൽ കാണാം. അപ്പോൾ ദേവി ഒരു ഇടി കൊടുത്തു. സാ മുഷ്ടിം പാതയാമാസ ഹൃദയേ ദൈത്യപുങ്കവഹ ദേവ്യാസ്തം ചാവി സാ ദേവി. ചാ അഭിയാണ് ചാവിയായി മാറിയത്. ദേവിയാകാ തം, ദേവിയാകട്ടെ അവനെ, ആ ദേവി അവനെ തലേന ഉരസ്യ, തലം കൊണ്ട്, കൈത്തലം കൊണ്ട്, ഉരസ്സെന്ന് പറഞ്ഞാൽ മാറിടത്തിൽ അതാടയത്, താടിച്ചു, ഇടിച്ചു എന്നർത്ഥം. സാമുഷ്ടിം പാതയാമാസ ഹൃദയേ ദൈത്യപുങ്കവഹ ദേവ്യാസ്തം ചാവി സാ ദേവി തലേനോരസ്യ താടയത്. ഇനി നമ്മൾക്ക് ആദ്യം മുതൽ ഒന്നുകൂടി ആ ശ്ലോകം മുഴുവൻ വായിച്ച് അർത്ഥം ഒന്നിച്ച് പറയാം. ഛിന്നേ ധനുഷി ദൈത്യേന്ദ്രഃ തഥാ ശക്തിമഥാദദേ ചിച്ഛേദ ദേവീ ചക്രേണ താമാപ്യസ്യ കരേ സ്ഥിതാം തതഃ ഖഡ്ഗമുപാദായ ശതചന്ദ്രം ച ഭാനുമത് അഭ്യദാവത താം ദേവീം ദൈത്യാനാമധിപേശ്വരഃ തസ്യാപതതയേവാശു ഖഡ്ഗം ചിച്ഛേദ ചണ്ഡിക ധനുർമുക്തൈശിതൈർബാണൈഃ ചർമ്മ ചാർക്കകരാമലം ഹതാശ്വസാ തഥാ ദൈത്യഃ ഛിന്നധന്വാ വിസാരതിഃ ജഗ്രാഹമുൽഗരം ഘോരം അംബികാനിധനോദ്യതഃ ചിച്ഛേദാപതതസ്തസ്യ മുൽഗരം നിശിതൈശരൈഃ തഥാപി സോഭ്യതാവത്താം മുഷ്ടിമുദ്യമ്യ വേഗവാൻ സാ മുഷ്ടിം പാതയാമാസ ഹൃദയേ ദൈത്യപുങ്കവഹ. ദൈത്യപുങ്കവന്മാർ, ദൈത്യൻ എന്ന് പറഞ്ഞ അസുരൻ, പുങ്കവൻ ശ്രേഷ്ഠൻ, ആ ദൈത്യശ്രേഷ്ഠൻ ദേവ്യാസ്തം ചാപി സാ ദേവി തലേനോരസ്യ താടയത്. ഇനി മുഴുവനും നോക്കാം. അപ്പോൾ ദേവി കുപിതയായി തീർന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അവൻ്റെ വില്ല് മുറിച്ചു. അപ്പം ഛിന്ന ഭിന്നമായ ആ വില്ല് പോയപ്പോൾ അവൻ്റെ കയ്യിലിരുന്ന വേലെടുത്തു. ആ വേലിനെ ദേവി തൻ്റെ ചക്രായുധം കൊണ്ട് പൊട്ടിച്ചു കളഞ്ഞു. അപ്പോൾ അവൻ വാളും പരിചയും എടുത്തു. അതിനെയും ദേവി അമ്പും വില്ലും കൊണ്ട് പൊട്ടിച്ചു കളഞ്ഞു. പിന്നെ ദേവി തൻ്റെ മൂർച്ചയേറിയ ശരങ്ങൾ പ്രയോഗിച്ച് ശുംഭൻ്റെ കയ്യിലിരുന്ന വാളും പരിചയും മുറിച്ചു. ശുംഭൻ്റെ രഥത്തിൽ കെട്ടിയിരുന്ന കുതിരകളെയും
തേരാളിയെയും കൊന്ന് രഥവും വീഴ്ത്തി. കുതിരകളും നശിച്ച് സാരഥിയില്ലാതെ കയ്യിൽ വില്ലും അമ്പും ഒന്നുമില്ലാതെ ശുംഭാസുരൻ ദേവിയെ കൊല്ലുവാനായി നിശ്ചയിച്ചുറച്ച് മുൽഗരം എന്ന ആയുധവും ഏന്തി ദേവിയുടെ നേരെ പുറപ്പെട്ടു. ദേവിക്ക് തൻ്റെ നേരെ പാഞ്ഞു വരുന്ന ശുംഭൻ്റെ മുൽഗരം എന്ന ആയുധത്തെ മൂർച്ചയേറിയ ശരങ്ങൾ കൊണ്ട് ദേവി ഛേദിച്ചു. ആയുധങ്ങൾ തീരുകയാൽ കോപത്തോടെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ആ അസുരൻ ദേവിയുടെ നേർക്ക് പാഞ്ഞു വന്നു. അപ്പോൾ ദേവിയുടെ അസുരനാഥനായ ആ ശുംഭൻ ദേവിയുടെ മാറിടത്തിൽ കൈ ചുരുട്ടിപ്പിടിച്ചിടിച്ചു. ദേവി തൻ്റെ കൈത്തലം കൊണ്ട് ശുംഭൻ്റെ മാറിലും അടിച്ചു. അതാടേത് അടിക്കുക ഇടിക്കുക എന്നൊക്കെ പറയാം, അതാടേത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഒരു പ്രാവശ്യം കൂടി വായിച്ചു തരാം. ഛിന്നേധനുഷി ദൈത്യേന്ദ്ര തഥാശക്തി മഥാദതേ ചിച്ഛേദ ദേവീ ചക്രേണ താം അപ്യസ്യ കരേ സ്ഥിതാം തഥ ഖഡ്ഗമുപാദായ ശതചന്ദ്രം ച ഭാനുമത് അഭ്യതാവത താം ദേവീം ദൈത്യാനാം അധിപേശ്വരഃ തസ്യാപതദയേവാശു ഖഡ്ഗം ചിച്ഛേദ ചണ്ഡിക ധനുർമുക്തൈ ശിതൈർബാണൈഃ ചർമ്മചാർക്കകരാമലം ഹതാശ്വസ തദാ ദൈത്യഃ ഛിന്നധന്വാ വിസാരഥി ജഗ്രാഹമുൽഗരം ഘോരം അംബികാനിധനോദ്യത ചിച്ഛേദാവതതസ്തസ്യ മുൽഗരം നിശിതൈശരൈഃ തഥാപി സോഭ്യതാവത്താം മുഷ്ടിമുദ്യമ്യ വേഗവാൻ സാ മുഷ്ടിം പാതയാമാസ ഹൃദയേ ദൈത്യപുങ്കവഃ ദേവ്യാസ്തം ചാപി സാ ദേവി തലേനോരസ്യ താടയത്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാവമായി വരുന്നവരെ ഹരി ഓം. അമ്മേ നാരായണ. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അപരാധ സഹസ്രാണി ക്രിയന്തേ കർണിച്ചമ്മയ ദാസോയമിതി മാമത്വ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. ഓം സത്ത.